Hi guys, and welcome to Alamaaraa. ഇന്നലെ മാരിലെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഡിസംബർ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും അധികം സ്റ്റുഡൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ പതുക്കെ അസൈൻമെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന ഒരു കാര്യം ഏത് അസൈൻമെൻറ്റ് എഴുതണം. കാരണം ഇഗ്നോയുടെ വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ കുറേ അധികം അസൈൻമെൻറ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. വ്യത്യസ്ത ഇയറുകളിലെ 2022-23, 2021-22, 2020-21 തുടങ്ങിയ പല അസൈൻമെൻറ്റുകളും സൈറ്റിലുണ്ട്. അപ്പം ഏത് അസൈൻമെൻറ്റ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഞങ്ങൾ അസൈൻമെൻറ്റ് വെക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഡൗട്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് അസൈൻമെൻ്റ് ആണ്, ഏത് ഇയറിലെ അസൈൻമെൻ്റ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഡിസംബറിൽ നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ. അപ്പോൾ ലാസ്റ്റ് വരെ കാണുക. അതിനു മുമ്പായിട്ട് അലമാരയിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഗ്നോയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് അറിയാൻ നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്താൽ മാത്രം മതി. ഇഗ്നോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡയറക്റ്റ്ലി കോളസ് വിളിക്കണേ. അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ലിങ്ക് ഉപയോഗിച്ച് കോൾ മീ ഫോർ ആപ്പ് ത്രൂ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. ഏകദേശം 10-20 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അവിടെ സ്റ്റുഡൻസ് ഡയറക്റ്റ്ലി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ കോമൺ ആയിട്ട് ഡൗട്ടുകളെല്ലാം തന്നെ റിയൽ ടൈമിൽ അവർക്ക് കൺവേ ചെയ്ത് അത് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിക്കുന്നത് പല ആളുകളും അവരുടെ അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിൽ പല സ്റ്റുഡൻസും അസൈൻമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ദയവായിട്ട് ഈ അസൈൻമെൻറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ട് തരാമോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്ത സമയത്താണ് പല ആളുകൾ ഈ ഒരു കാര്യം പറയുന്നത്, ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത അസൈൻമെൻറ്റ് വേറെയായിരുന്നു, ഇതല്ലല്ലോ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ കുറേയധികം ഡൗട്ട് വന്നപ്പോഴാണ്, കൃത്യമായി ക്ലാരിഫിക്കേഷൻ ചെയ്ത് കൊടുത്തപ്പോഴാണ് പല ആളുകളും പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത അസൈൻമെൻറ്റുകൾ തെറ്റാണെന്ന് മനസ്സിലായത്. നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് ഡിസംബർ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. ഡിസംബർ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ നിങ്ങൾ എലിജിബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് ആരൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. 2022 ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത ഇയർ വൈസ് വിദ്യാർത്ഥികളാണ് ആദ്യത്തെ കൂട്ടർ. ഈ MA കോഴ്സുകൾ, BA കോഴ്സുകൾ ഒക്കെ തന്നെ ജോയിൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ് ഇയർ അവരുടെ എക്സാംസ് ഈ ഡിസംബറിൽ എഴുതാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ 2022 ജനുവരിയിൽ റീ രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടത് സെക്കൻഡ് ഇയറിലേക്കും തേർഡ് ഇയറിലേക്കും ഒക്കെ റീ രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട MA, BA, BSc, BCOM സ്റ്റുഡൻസ് ഒക്കെ തന്നെ അവരുടെ എക്സാംസ് ഈ ഡിസംബറിൽ എഴുതാൻ സാധിക്കുന്നതാണ്. മറ്റൊരു കൂട്ടം സ്റ്റുഡൻസ് ആണ് സെമസ്റ്റർ വൈസ് വരുന്ന വിദ്യാർത്ഥികൾ. സെമസ്റ്റർ വൈസ് ജൂലൈ 2022 ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ജനുവരി 2022 പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ട് അവരുടെ സെക്കൻഡ് സെമസ്റ്റർ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഒക്കെ തന്നെ ഈ ഡിസംബറിൽ എഴുതാൻ സാധിക്കും. അങ്ങനെ വരുന്ന MBA, MCA, BCA സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാംസ് അവർ ഡിസംബറിൽ എഴുതുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇയർ വൈസ് വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പ്രശ്നമുള്ളത്. ഏത് അസൈൻമെൻറ്റ്സ് സെലക്ട് ചെയ്യണം? പ്രത്യേകിച്ച് ജൂലൈ 2022 അഡ്മിഷനോ റീ രജിസ്ട്രേഷനോ ചെയ്ത ആളുകൾക്ക് പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും കാണില്ല. അവർക്ക് ഡിസംബറിൽ എക്സാം എഴുതാം എന്നത് എന്തായാലും തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അസൈൻമെൻറ്റ് അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയാം. പക്ഷേ 2022 ജനുവരി അല്ലെങ്കിൽ അതിന് മുമ്പ് അഡ്മിഷനോ റീ രജിസ്ട്രേഷനോ ചെയ്തിട്ട് എക്സാംസ് എഴുതാതെ വിട്ടുപോയ വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നത്. പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സപ്പോസ് ജനുവരി 2022 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു വിദ്യാർത്ഥി സപ്പോസ് ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാമിനാണ് എൻറോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സ് BA ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ജൂലൈ 2021 ജാനുവരി 2022 സെഷനിലെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ഈ ഒരു പോർട്ടലിൽ നിന്നാണ് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അസൈൻമെൻറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ച വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം CBCS എന്ന് പറഞ്ഞാൽ പുതിയ സ്കീമിൽ വന്നിരിക്കുന്ന ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാമാണ്. അതായത് 2019 ശേഷം വന്നിരിക്കുന്ന പ്രോഗ്രാം. അതിന് മുമ്പ് ഇഗ്നോയിലുണ്ടായിരുന്ന BDP അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം അല്ലെങ്കിൽ BA എന്ന് പറഞ്ഞ് ഇയർ വൈസ് പ്രോഗ്രാം ആയിരുന്നു. നമുക്ക് 2019 മുതൽ ഫസ്റ്റ് സെമ്മ് സെക്കൻഡ് സെമ്മ് സ്പ്ലിറ്റപ്പ് ചെയ്തുകൊണ്ട് ഡിഗ്രി കോഴ്സുകൾ ഇയർ വൈസ് ആക്കി അവർ കൺവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ സെമസ്റ്ററിൽ എഴുതാൻ സാധിക്കും, അല്ലാത്ത പക്ഷം നമുക്കിത് ഇയർലി എഴുതാനും സാധിക്കും. 2 ഓപ്ഷൻസും ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്നത് ഇയർലിയാണ്. ഇഗ്നോയുടെ രീതി അനുസരിച്ച് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കൃത്യസമയത്ത് കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും എക്സാംസ് കൃത്യസമയത്ത് എഴുതാൻ പറ്റാതില്ല. അപ്പോൾ ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന CBCS BA സ്റ്റുഡൻസ് സെലക്ട് ചെയ്യേണ്ട ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ജൂലൈ 2021 ജാനുവരി 2022 അസൈൻമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. കാരണം ഒരു അസൈൻമെൻറ്റ്സ് 2 സെഷന് വേണ്ടിയാണ് ഇഗ്നോ പുറത്തിറക്കാറുള്ളത്. അപ്പം ജൂലൈ 2021 ജാനുവരി 2022 ഉള്ള അസൈൻമെൻറ്റ്സ് സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു അസൈൻമെൻറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. BEGLA 137 കോമൺ പേപ്പറാണ് പല ആളുകളും ഉപയോഗിക്കുന്നത്. അപ്പം ഈ അസൈൻമെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോർ ജൂലൈ 2021 ജാനുവരി 2022 സെഷൻ. ഇത് BEGLA 137 ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ പേപ്പറാണ്. വളരെ കോമൺ പേപ്പറാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്ന ഒരു പേപ്പറുമാണ്.
അപ്പോൾ ഇവിടെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ അസൈൻമെൻറ്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഫോർ ഡിസംബർ എക്സാമിനേഷൻ 31 ഒക്ടോബർ എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജൂൺ എക്സാമാണ് എഴുതുന്നതെങ്കിൽ 30 ഏപ്രിലാണ് നിങ്ങൾ സബ്മിഷൻ ചെയ്യേണ്ടത്. നമുക്ക് ഓൾറെഡി ലാസ്റ്റ് ഡേറ്റ് 31 ഒക്ടോബർ വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട അസൈൻമെൻറ്റ്സ് ഡിസംബറിൽ എഴുതുന്ന വിദ്യാർത്ഥികളാണ്, ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന ഇയർ വൈസ് വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട അസൈൻമെൻറ്റ്സ് ഈ ജൂലൈ 2021 ജാനുവരി 2022 സെഷനിലെ മാത്രമേ അസൈൻമെൻറ്റ്സ് എഴുതാവുള്ളൂ. കാരണം ഒത്തിരിയധികം ആളുകൾ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. കൃത്യമായിട്ടുള്ള അസൈൻമെൻറ്റ്സ് നിങ്ങൾ സബ്മിഷൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്റ്റഡി സെൻറ്ററിൽ നിന്ന് അസൈൻമെൻറ്റ്സ് റിജക്ഷൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അപ്പം മറ്റൊരു അസൈൻമെൻറ്റ്സ് നമുക്ക് എടുത്ത് നോക്കാം. വളരെ കോമൺ ആയിട്ടുള്ള BGLA 137 ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതുപോലെ BANS 183 ഇതും വളരെ കോമൺ പേപ്പറാണ്. ഇവിടെയും കൊടുത്തിട്ടുണ്ട് ജൂലൈ 2021 ജാനുവരി 2022 സെഷൻ. അപ്പം ഈ ഒരു കാര്യം ടൂറിസം ആൻഡ് ആന്ത്രപ്പോളജി എന്നൊരു പേപ്പറാണ്, വളരെ കോമൺ ആയിട്ട് ആളുകളൊക്കെ ചൂസ് ചെയ്ത ഒരു പേപ്പറാണിത്. ഇവിടെയും നമുക്ക് ലാസ്റ്റ് ഡേറ്റ് 31 ഒക്ടോബർ 2022 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫോർ സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ ജാനുവരി 2022. അപ്പോൾ ചോദ്യമായിരിക്കും, ഫോർ സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ ജാനുവരി 2022 അല്ലേ, ഞങ്ങൾ ജൂലൈ 2021 സ്റ്റുഡൻസ് ആണ്, അപ്പോൾ ഞങ്ങൾക്ക് ഈ അസൈൻമെൻ്റ് ആണോ? തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ അസൈൻമെൻ്റ് ആണ്. കാരണം ജൂലൈ 2021 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിയുടെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം ആക്ച്വലി എഴുതേണ്ടത് ജൂലൈ 2022 ഇൻ കേസ് ജൂലൈ 2022 എക്സാമിനേഷൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നടക്കുന്ന എക്സാംസിന് വേണ്ടിയുള്ള അസൈൻമെൻറ്റ്സ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷേ നെക്സ്റ്റ് നടക്കുന്ന എക്സാം ഡിസംബർ 2022 ആണെങ്കിലും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട അസൈൻമെൻറ്റ്സിന് മാറ്റമൊന്നുമില്ല. കാരണം ഒരു അസൈൻമെൻറ്റ് 2 സെഷന് വേണ്ടിയാണ് IGNOU പുറത്തിറക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതേ അസൈൻമെൻ്റ് ആണ് നിങ്ങൾ ഡിസംബറിൽ എക്സാം എഴുതുമ്പോഴും വെക്കേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഡിസംബറിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനെ ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതി വെക്കേണ്ട അസൈൻമെൻറ്റ്സ് ഡിസംബർ 2022 എക്സാമിന് എലിജിബിലിറ്റി ഉള്ള അസൈൻമെൻറ്റ്സ് ക്വസ്റ്റ്യൻസ് മാത്രം പ്രിപ്പയർ ചെയ്യുക. സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പഴയതും പുതിയതുമായിട്ടുള്ള ഒത്തിരി അസൈൻമെൻറ്റ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ജൂലൈ 2022 ജാനുവരി 2023 അസൈൻമെൻറ്റ്സും കിടപ്പുണ്ട്. അപ്പോൾ അത് ഒരു കാരണവശാലും പ്രിപ്പയർ ചെയ്യാതിരിക്കുക. കാരണം അത് ജൂലൈ 2022 അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ, അതായത് ഇപ്പം നിലവിൽ BA ഒക്കെ എടുക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അല്ലെ BC എടുക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് സെമ്മിൽ 4 സബ്ജക്റ്റ് എഴുതാം. അപ്പോൾ ആ 4 സബ്ജക്റ്റ് അവർ എഴുതുന്നുണ്ടെങ്കിൽ മാത്രം ആ സബ്ജക്റ്റുകൾ മാത്രം ഇതിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഡിസംബറിൽ എക്സാം എഴുതുക. അല്ലാത്ത പക്ഷം അവരും ഇയർ വൈസ് എഴുതിയാൽ മതി. പല ആളുകളും ഇയർ വൈസ് ആണ് എഴുതാൻ പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം ആ ഒരു സമയത്തേക്ക് മാത്രമേ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കിട്ടത്തുള്ളൂ. നമ്മൾക്കിപ്പോൾ ഡിസംബറിൽ എക്സാം എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഒക്ടോബർ 31 മുമ്പായിട്ട് അസൈൻമെൻറ്റ് വെക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ കിട്ടിയാൽ മാത്രമായിരിക്കും നമ്മുടെ 4 അസൈൻമെൻറ്റ്സ് എങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും 31 ഒക്ടോബറിലേക്ക് വെക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും അങ്ങനെ കിട്ടാറില്ല, പ്രത്യേകിച്ച് ലേറ്റായിട്ട് അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക്. ഓൾറെഡി ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 30 ഇയർ വരെ അഡ്മിഷൻ ഉള്ളതുകൊണ്ടും നമുക്ക് ആ ഒരു രീതി വളരെയധികം പ്രായോഗികമായിട്ടൊരു കാര്യമല്ല. അപ്പോൾ അല്ലാത്ത പക്ഷം ഡേറ്റ് എക്സ്റ്റൻഷൻ ഉണ്ടാകണം. ആസ് ഓഫ് നൗ നമുക്കത് സാധിക്കില്ല. അങ്ങനെ പറ്റുന്ന ആളുകളുണ്ട്, സോഫ്റ്റ് കോപ്പി ഉപയോഗിച്ച് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ സെമസ്റ്റർ വരുന്ന വിദ്യാർത്ഥികളാണ്. മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമിനാണ് സെമസ്റ്റർ പ്രോഗ്രാം ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന MCOM പ്രോഗ്രാം ഉൾപ്പെടെയുള്ള പ്രോഗ്രാം സെമസ്റ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികളെ ജൂലൈ 2022 അഡ്മിഷൻ എടുത്ത ആളുകൾ എഴുതാം. ജനുവരിയിൽ അഡ്മിഷൻ എടുത്തിട്ട് ഫസ്റ്റ് സെമസ്റ്റർ ജൂലൈയിൽ എഴുതാൻ വിട്ടുപോയ ആളുകൾക്കും ഈ വരുന്ന ഡിസംബറിൽ എക്സാം എഴുതാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും സെക്കൻഡ് സെമസ്റ്ററിൻ്റെയും പേപ്പേഴ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. സൈറ്റിൽ അപ്ഡേറ്റഡ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ജാനുവരി 2022 സെഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെഷൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതാണ്. ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ജനുവരി 2022 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, അതായത് MCOM അഡ്മിഷൻ എടുത്തിട്ട് ഫസ്റ്റ് സെമസ്റ്റർ എഴുതേണ്ട വിദ്യാർത്ഥികൾ പ്രിപ്പയർ ചെയ്യേണ്ട അസൈൻമെൻറ്റ്സും. നിങ്ങൾക്കും ഒരു അസൈൻമെൻറ്റ് തന്നെയാണ് ജൂലൈ 2022 സെഷനിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും എഴുതേണ്ടത്. അപ്പം പ്രധാനമായിട്ടും കാര്യം അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യേണ്ട സമയമാണ് ഒക്ടോബർ 31 വരെ നിങ്ങൾക്ക് സമയമുണ്ട് അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യാൻ വേണ്ടി. പല ഏരിയകളിലും പല ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ നോക്കേണ്ട. നിലവിൽ നിങ്ങൾക്ക് 31 ഒക്ടോബറിന് മുമ്പായിട്ട് അസൈൻമെൻറ്റുകൾ നിങ്ങളുടെ കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റഡി സെൻറ്ററുകളിൽ സബ്മിഷൻ ചെയ്താൽ മതി. നിലവിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കൊണ്ടുപോയി സബ്മിഷൻ ചെയ്യണം. ഓൺലൈൻ സബ്മിഷൻ അവൈലബിൾ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സെമസ്റ്റർ വൈസ് ഉള്ള MCA MBA സ്റ്റുഡൻസിൻ്റെയും നിങ്ങളുടെയും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞ് വോയിസ് നോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. വാട്സാപ്പിൽ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മറ്റ് ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. അപ്പം ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.